ആൻസൺ ബംഗ്ലാവിൽ എത്തിയതിന് ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഞാൻ എൻ്റെ പഠനം ആരംഭിച്ചു. രാത്രി 12 മണിക്ക് അത്താഴത്തിന് ശേഷം ഞാൻ ഉറങ്ങുവാൻ കിടന്നു. 12:15 ശേഷം ആരോ കരയുന്ന ശബ്ദവും കൂടാതെ ഒരു നിഴൽ എങ്ങോട്ടോ തെന്നി മറയുന്നത് പോലെ തോന്നി. നിഴലിന് ശംഖിൻ്റെ ആകൃതിയിൽ ആണ് എനിക്ക് തോന്നിയത്. കൂടാതെ റെഫ്രിജറേറ്റർ, അതായത് ഫ്രിഡ്ജ്, പെൻഗിൻ നടക്കുന്നത് പോലെ അവിടെ നിന്ന് ആടുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നും ഉറക്ക ഗുളികയെടുത്ത് ഞാൻ കട്ടിൽ കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ആയതും എൻ്റെ പരീക്ഷ ഫസ്റ്റും സെക്കൻഡും ഒരുമിച്ചായത് കാരണം ഞാൻ എല്ലാ ചോദ്യത്തിനും ശരി ഉത്തരം തന്നെ എഴുതി. ആദ്യ തരംഗം ഞാൻ വിജയിച്ചു. പിന്നെ രണ്ടാം തരംഗം അവിടെ നിന്ന് നേരത്തെ നോട്ട്സ് ഉള്ളത് കാരണം വലിയ കുഴപ്പമില്ലാതെ രണ്ടാം തരംഗവും വിജയിച്ചു. എന്നാൽ 3ഉം 4ഉം തരംഗങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ല വണ്ണം പഠിക്കണം. അങ്ങനെ ഉറക്കമുളച്ച് ഞാൻ എൻ്റെ പഠനം ആരംഭിച്ചു. അങ്ങനെ ഞാൻ പഠിക്കുവാൻ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ഫോൺ കോള്. നീ വീട് വരെ ഒന്ന് വരണം, പേടിക്കണ്ട, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാമെന്ന്. ഞാൻ വരാമെന്ന് പറഞ്ഞു.